യൂത്ത് കോൺഗ്രസിനെതിരായ തന്റെ വിമർശനം സദുദ്ദേശപരമായാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. ഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികൾ പോലും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു അദ്ദേഹം. സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ യുവാക്കൾ പഞ്ചായത്തിലെങ്കിലും കേന്ദ്രീകരിക്കണമെന്നാണ് പറഞ്ഞതെന്നും വിശദീകരിക്കുന്നു. CPIM-ന്റെ ഗൂണ്ടായിസം നേരിടാൻ കോൺഗ്രസിനും കുറച്ച് ചെറുപ്പക്കാരും വേണം. TV-യിലും സോഷ്യൽ മീഡിയയിലും ഇല്ലാത്ത 40% പേർ നാട്ടിലുണ്ടെന്നാണ് PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ആ യോഗത്തിൽ പറഞ്ഞത് സദുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ്. ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളില്ല. അപ്പോൾ അത് വേണമെന്ന് ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ, ഞാൻ തെരഞ്ഞെടുപ്പ് കണ്ടാ പറയുന്നത്, സമരം കണ്ടല്ല. സമരത്തിന് ഇതൊക്കെ മതി. തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തുകളിൽ CPM-ന്റെ ഗുണ്ടായിസം അറിയാമല്ലോ, അതിനെ നേരിടണമെങ്കിൽ നമുക്കും കുറേ ചെറുപ്പക്കാർ വേണം. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും മിനിമം 25 പേരുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാകേണ്ടത് ഇലക്ഷൻ ജയിക്കാൻ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യേണ്ടത്. നന്ദുഷ കൂടുതൽ വിവരങ്ങളുമായി. നന്ദുഷ, എന്താണ് PJ കുര്യൻ പറയുന്നത്? അദ്ദേഹം സദുദ്ദേശപരമായ വിമർശനം എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പോയിന്റിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു. തീർച്ചയായും നിഷാദ്, പത്തനംതിട്ട സമര സംഗമ വേദിയിൽ PJ കുര്യൻ നടത്തിയ വിമർശനങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുകയായിരുന്നു അദ്ദേഹം. PJ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് SFIയുടെ അഗ്രസീവ് പൊളിറ്റിക്സിനെ മാതൃകയാക്കണം എന്നുള്ള രീതിയിൽ ഒരു ഉപദേശം പോലെ ഒരു വിമർശനം നടത്തിയിരുന്നു. ആ വിമർശനത്തെ തുടർന്ന് പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടം അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പരോക്ഷമായും PJ കുര്യനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇന്നലെ രാത്രി പോലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായുള്ള പ്രതികരണങ്ങൾ PJ കുര്യനെതിരെ നടത്തിയിരുന്നു. അതിന് കുറച്ചുകൂടി ആ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഏത് ഉദ്ദേശത്തിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചത് എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ PJ കുര്യൻ. PJ കുര്യൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് താൻ ഇത് വ്യക്തമാക്കിയത്. TV-യിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലോ ഉള്ള സാന്നിധ്യം മാത്രം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ല. തന്റെ പ്രദേശത്ത് നടക്കുന്ന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകൾ പോലും അട്ടിമറിക്കാനായി CPM വലിയ ആൾബലം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആ ആൾബലത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി പ്രദേശത്തെ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ ഇല്ല. ആ കാര്യമാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. സദുദ്ദേശപരമായിട്ടുള്ള ഒരു വിമർശനത്തെയാണ് വളച്ചൊടിച്ച് പലരും കേട്ടത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകാനായി തയ്യാറായിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് എന്ന കാര്യത്തിലായിരുന്നു പറഞ്ഞത്. ഇന്ന് രാവിലെ പോലും, അതായത് PJ കുര്യൻ വിമർശിച്ച ആളിന്റെ പേര് തന്നെ ഇന്നലെ എടുത്ത് പറഞ്ഞിരുന്നു. അതായത് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. TV-യിൽ മാത്രമാണ് അദ്ദേഹത്തെ വല്ലപ്പോഴും കാണാറുള്ളതെന്നൊക്കെ തരത്തിലുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അഗ്രസീവ് പൊളിറ്റിക്സ് അല്ല. വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് PJ കുര്യൻ.